ഹലോ, ഇസ്മി അജീഷ്. അങ്ങനെ പൈങ്കിളി കണ്ടിരിക്കുകയാണ്. സജിൻ ഗോപു, ഡയറക്റ്റഡ് ബൈ ശ്രീജിത്ത് ബാബു, പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഫഹദ് ഫാസിലും പിന്നെ നമ്മുടെ ജിത്തു മാധവൻ. എഴുതിയിരിക്കുന്നതും പുള്ളി തന്നെയാണ്, ജിത്തു മാധവൻ. ആവേശം, രോമാഞ്ചം ഒക്കെ ചെയ്ത പുള്ളി. അപ്പം അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ പടത്തിന്. അങ്ങനെ ആ ഒരു പ്രതീക്ഷ വെച്ച് തന്നെയാണ് ഈ പടം കണ്ടത്. പക്ഷേ പടം എന്നെ സംബന്ധിച്ച് ഒട്ടും മാർക്കായില്ല. കണ്ടു തീർക്കാൻ പറ്റാത്ത ഒരു അസഹനീയമായിട്ട് ഫീൽ ചെയ്തു ഈ പടം. അപ്പൊ ഈ പടം കാണേണ്ട ഒരു മെന്റാലിറ്റി ഉണ്ട്, മൈൻഡ് ഉണ്ട്. ആ ഒരു മൈൻഡിൽ കാണും. ഓവറായിട്ടുള്ള പെർഫോമൻസ് ആണ്, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇവർ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു രീതിയിലൊക്കെ തന്നെയാണ് ഞാൻ പടത്തിനെ സമീപിച്ചത്. ആ ഒരു രീതിയിൽ സമീപിച്ചു, പറ്റുന്ന രീതിയിലൊക്കെ സമീപിച്ചു നോക്കി. എന്നാലും ഒരു രക്ഷയില്ല. അങ്ങനെ ഇരുന്ന് കണ്ടു തീർക്കാൻ പറ്റുന്നില്ല. ഇത് ആകെ ഒരു 2 മണിക്കൂറോ 20 മിനിറ്റോ 19 മിനിറ്റോ അങ്ങനേ ഉള്ളൂ. പക്ഷെ പടം ഒരു 3-3.5 മണിക്കൂറുണ്ട ഒരു ഫീലിംഗ് ആണ് നമുക്ക് തരുന്നത്. സാധാരണ 3 മണിക്കൂറുള്ള ഒരു പടം പോലും 2-2.5 മണിക്കൂറെ നമുക്ക് തോന്നിക്കാവൂ. അങ്ങനെ വേണം പടം എടുക്കാനായിട്ട്. ഇത് 2.5 മണിക്കൂർ തികച്ചില്ലാത്ത ഒരു പടം 3-3.5 മണിക്കൂർ ഫീൽ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ പടത്തിന്റെ റേഞ്ച് മനസ്സിലായി. കോമഡി പടമാണ്, ത്രൂ ഔട്ട് കോമഡിയാണ്. സ്റ്റാർട്ടിങ് ടു എൻഡിങ് വരെ കോമഡി പടം. ആ ഒരു മൂഡ് പിടിച്ചേക്കുന്ന. പക്ഷെ ഭയങ്കര അസഹനീയമായിട്ട് ഫീൽ ചെയ്യുന്നു. കാണേണ്ട ഒരു മൈൻഡ് ഉണ്ട്, ലോജിക്കും കാര്യങ്ങളൊന്നും നോക്കാത്ത രീതിയിൽ എങ്ങനെയൊക്കെ നോക്കിയിട്ടും ഇതൊന്നും കണ്ടിരിക്കാൻ പറ്റുന്നില്ല. പിന്നെ കോമഡി ഒട്ടും ഇല്ല എന്നല്ല, അങ്ങും ഇങ്ങും ചില അല്ലറ ചില്ലറ കുറെ കോമഡീസ് ഒക്കെ ഉണ്ട്. ഇടയ്ക്ക് കുറച്ച് ചിരിക്കാനൊക്കെ ഉണ്ട്, കണ്ട് ചിരിക്കുകയും ചെയ്തു. പക്ഷേ പടത്തിന്റെ സ്റ്റോറി ആയിട്ട് ഒരു കണക്റ്റിംഗ് ഒന്നുമില്ല. വെറുതെ ഇങ്ങനെ ഇരുന്ന് കണ്ടിരിക്കാന്നുള്ളൂ. ഒരു ലാഗ് കാരണം പടം നീങ്ങുന്നില്ല. വെറുതെ അവിടെ ഇങ്ങനെ വലിച്ചു നീട്ടി, വലിയൊരു സംഭവം ഒന്നുമില്ലാത്തൊരു പ്ലോട്ട് അവിടെ ഇട്ട് വലിച്ചു നീട്ടി കോമഡിക്ക് വേണ്ടി ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൂട്ടുക. എല്ലാവരും ഓവർ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ തന്നെ. ആ ഒരു മൈൻഡിലൊക്കെ തന്നെയാണ് കണ്ടതും. പെർഫോമൻസ് ആയാലും അങ്ങനെ തന്നെ. നമ്മൾ അങ്ങനെയാണെന്നുള്ള മൈൻഡിലാണ് കാണുന്നത്. അപ്പൊ പിന്നെ അതിനെ പറ്റി കൂടുതൽ സംസാരിക്കണ്ട. പക്ഷേ കണ്ടിരിക്കാൻ പറ്റുന്നില്ല ഒട്ടും. മെയിൻ പ്രശ്നം പടമായിട്ട് ഒട്ടും ഒരു കണക്ഷൻ വരുന്നില്ല. വെറുതെ ഇങ്ങനെ നമ്മൾ ഇരിക്കുക, ഒരു ഫീലിങ്സ് ഒന്നുമില്ല. പിന്നെ കുറച്ച് കോമഡി ഇടയ്ക്ക് വന്നും പോയി നിൽക്കുന്നത് കൊണ്ട് അതിങ്ങനെ ചുമ്മാ ഇടയ്ക്കൊക്കെ ഇരുന്ന് കണ്ടിങ്ങനെ ചിരിക്കാന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു സുഖമില്ല. പിന്നെ ഇതിൽ സജിൻ ഗോപുവിന്റെ അച്ഛനായിട്ട് അഭിനയിച്ചിരിക്കുന്ന പുള്ളിയുടെ പേര് ഞാൻ പറഞ്ഞത്, പുള്ളിയുടെ കുറച്ച് സാധനങ്ങളുണ്ട്. അതൊക്കെ എനിക്ക് നന്നായിട്ട് ചിരി വന്നിട്ടുണ്ട്. അത് നല്ല കുറെ കോമഡി ആയിട്ട് എനിക്ക് നല്ലൊരു ഫീലും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് ഫസ്റ്റ് ഹാഫിൽ പിന്നെയും കുറച്ചെങ്കിലും കണ്ടിരിക്കാവുന്ന കുറച്ച് കോമഡീസ് ആണ്. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴത്തേക്ക് ഒട്ടും ഇല്ല. ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കാന്നല്ലാതെ ഒരു രസമില്ല, ഒട്ടും മാർക്കായില്ല. ഒരു എൻഗേജും ഒരു ത്രില്ലിങ്ങും ഒരു ഇൻട്രസ്റ്റിങ്ങും ഒന്നും തോന്നില്ല പടം കണ്ടിട്ട്. വെറുതെ പൈങ്കിളി എന്ന് പറഞ്ഞിട്ട് ഒരു കിളി പറന്നു പോയി എന്നൊക്കെ നമ്മൾ പറയാം. അതുപോലത്തെ കിളി പറന്നുപോയ ഒരു ഭ്രാന്ത് പിടിച്ച ഒരു പിടിച്ച ഒരു പടം പൈങ്കിളി.